വിചാരിച്ചതുപോലെ തന്നെ വന്നു കേട്ടോ ഓർഡർ. 10:33 എവിടെയോ ഒരു തിരുവയറിന് പശിക്കത്. അവസാനം ഓർഡർ എടുത്ത അതേ സ്ഥലത്ത് നിന്നാണ് ഈ പാഴ്സലും വാങ്ങേണ്ടത്. ചൂണ്ടി ഒഴിവാക്കി കക്കാട്ടുപാറ വഴി അങ്ങോട്ടേക്ക് കത്തിച്ചു വിടുകയാണ്. കൃത്രിമ വെളിച്ചങ്ങൾ ഇരുട്ടിനെ തുരത്താൻ കണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോരാ, ഇരുട്ടാണ് കാര്യക്കാരൻ. ഇനി രാവിലെ വലിയ വെളിച്ചം വരണം. അതോടെ ഇരുട്ടിന്റെ കാര്യം കട്ടപ്പുക. ചെറുപ്പത്തിൽ വീടിനടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. രാവിലെ 5:30 പാട്ട് വയ്ക്കും. ആ പാട്ടുകൾ കേട്ടാണ് മിക്കപ്പോഴും ഉണർന്നെണീറ്റിരുന്നത്. അതിൽ ഒരെണ്ണം ഇങ്ങനെയായിരുന്നു: നോ, ആരും ഓടരുത്. മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. ഈ സമയത്ത് പാടാൻ പറ്റിയ പാട്ട് അല്ലേ? ഇടവഴിയിൽ നിന്നും ഒടുവിൽ ഹൈവേയിലെത്തി. കുറെ ദൂരം നേർരേഖയിൽ കിടക്കുന്ന ഒരു സ്ട്രെച്ചാണിത്. വണ്ടികൾ ചീറിപ്പായുന്ന സ്ഥലം. ഏതെങ്കിലും കുടിയൻ വണ്ടി വന്ന് മുതുകത്ത് കയറുമോ എന്ന ഭയം ഇല്ലാതില്ല. പറന്നിറങ്ങുകയാണ് വീണ്ടും പേർഷ്യൻ ഉൾക്കടലിലേക്ക്. 10:42 ആയപ്പോഴും വിശക്കുന്ന ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പൊതി റെഡി ആയിരുന്നു. നോ വെയിറ്റിംഗ്. എക്സലന്റ് റേറ്റിംഗ്. വെറുപ്പിക്കുന്നവർക്കും ഈ റേറ്റിംഗ് തന്നെയാണ് കൊടുക്കാറ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നല്ലേ? കൊച്ചിയിൽ കിട്ടിയാൽ നന്നായിരുന്നു, കൊല്ലം വരെ പോകണ്ടല്ലോ. ഡെസ്റ്റിനേഷൻ മോനപ്പള്ളി അപ്പുറം. പത്താം മൈൽ. കണ്ണും മിഴിച്ച് ഉണർന്നിരിക്കുകയാണ്. സമയം 10:44. റോഡ് കണ്ടോ? ഇങ്ങനെയും ഒരു NH.
4 മണിക്കൂറിനുള്ളിൽ ഇത് 4ാം തവണയാണ് ചൂണ്ടി ടച്ച് ചെയ്യുന്നത്. ഷിഫ്റ്റ് തുടങ്ങിയപ്പോൾ പെരുമഴയായിരുന്നു. ഇപ്പോഴോ മഴ പെയ്തെന്ന് പോലും തോന്നില്ല. കാവുത്താഴത്തു നിന്നും വണ്ടിപ്പേട്ട റോഡിലേക്ക് തിരിയുകയാണ്. കുറെ കാലം കൂടി കഴിയുമ്പോൾ വെറുതെ ജീവിച്ചു എന്ന് തോന്നാതിരിക്കാൻ ഈ ട്രിപ്പുകൾ എന്നെ സഹായിച്ചേക്കും. ഗൂഗിൾ മാപ്പിലെ മാഡം പറയുന്നിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണാവോ ഈ കൊണ്ടുപോകുന്നത് ആർക്കറിയാം. മാപ്പിന് തെറ്റും, പക്ഷേ ചുരുക്കമാണ്. ഇത്തവണ കൃത്യം ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ എത്തിച്ചു. എന്റെ വരവും കാത്തു നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? സമയം 10:54. പൊതുവിനിമയം കഴിഞ്ഞു. ഇന്നത്തെ അവസാന ട്രിപ്പാണിത്. ഇനിയും ഓൺലൈനിൽ തുറന്നാൽ 11 മണിക്ക് ഒരു ഓർഡർ ഇങ്ങ് വരും. പിക്കപ്പ് തൃപ്പൂണിത്തറയിൽ നിന്നാകും, ചിലപ്പോൾ തൃക്കാക്കരയിൽ നിന്നുമാകും. നിരസിച്ചാൽ ചില്ലറ നഷ്ടമാകും. അതുകൊണ്ട് പെട്ടെന്ന് ഓഫ്ലൈനിൽ പോയേക്കാം. ഇത് തിരിച്ച് വീട്ടിലേക്കുള്ള ഓട്ടമാണ്. യുവന്മാർ പ്രശ്നക്കാരാണ്, സൂക്ഷിക്കണം. ചിലപ്പോൾ പുറകെ എത്തി വരും. സ്പീഡ് കൂട്ടിയാൽ അപകടം ഉറപ്പ്. ഒരു ചെയിൻ ഹാൻഡിലിൽ ചുറ്റിയിരിക്കുന്നത് യുവന്മാരെ പ്രതിരോധിക്കാനാണ്. പുറകെ വന്നാൽ വണ്ടി നിർത്തും, ചെയിൻ കറക്കും. ചലനമാണ് യുവന്മാരെ ആകർഷിക്കുന്നത്. നിശ്ചലാവസ്ഥ ഇവറ്റകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും.
ആയി അല്ലെങ്കിൽ AI പകർന്നു തന്ന അറിവാണ് കേട്ടോ. ഇന്നത്തെ രാത്രി സഞ്ചാരം അവസാനിക്കുകയാണ്. വൈകിട്ട് 7:15 തുടങ്ങിയതാണ്. ഇപ്പോൾ 11:15 വീടെത്തി. എല്ലാവർക്കും ശുഭരാത്രി.